പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സമരം ആരംഭിച്ചു. കോടതി വിധിയെ തുടർന്ന് പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. കോടതി വിധിയെ തുടർന്നാണ് പൂപ്പാറയിലെ 3 ആരാധനാലയങ്ങളും വീടുകളും കടകളും ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിച്ചത്. വീടുകളിലെ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു. പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അതുവരെ സ്ഥാപനങ്ങൾ തുറന്ന് വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പൂപ്പാറയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചാണ് പ്രതിഷേധം. ഞങ്ങളുടെ ശാപം പിന്തുടരും, അധികാരികളെ 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 അധികാരികളെ. ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റഴിക്കുവാനുള്ള ഒരു അവസരം. കാരണം ഇത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എടുത്തു വെച്ച് വിൽക്കുവാനോ അങ്ങനെയൊന്നും ചെയ്യുന്ന സാധന സാമഗ്രികളല്ല ഇരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താണ് ഞങ്ങൾ ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇരിക്കുന്ന ആ മുതലുകൾ മുഴുവൻ ഞങ്ങൾക്ക് കൊടുത്തു തീർത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന കടക്കാരായ ആളുകൾക്ക് ഞങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാൻ സാധിക്കുള്ളൂ. തുടർച്ചയായി സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നാൽ അത് ചെറുകിട വ്യാപാരികളെ വൻ കടക്കണിയിലാക്കുമെന്നാണ് ഇവർ പറയുന്നത്. തങ്ങളുടെ പ്രതിസന്ധികൾ അറിയിച്ച് ഇവർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് തീരുമാനം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.